ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സതമി ചിത്രം കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ എന്തോ ഇതിൽ റിവ്യൂ ചെയ്യേണ്ടെന്ന് തോന്നിയാണ്. പക്ഷേ വേറെ ഒന്നോ കണ്ടൻറ്റും കിട്ടിയില്ല. എന്തായാലും ഈ അപരാധ കഥകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ചിത്രത്തെക്കുറിച്ചുള്ള ഈ ചെറുതായിട്ട് റിവ്യൂമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ജങ്കാർ എന്നാണ്. ജങ്കാർ എന്ന ചിത്രത്തിൻ്റെ പേര്. ജങ്കാറിൻ്റെ അപരാധ കഥകൾ തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. വേറെ ഒന്നല്ല, നമുക്കിതിന് പടത്തിനെക്കുറിച്ച് ഡീറ്റെയിലായി തന്നെ പരിചയപ്പെടാം. ഇതിൻ്റെ ഡ്യൂറേഷൻ ഏകദേശം 2 മണിക്കൂറും 20 മിനിറ്റാണ് ഡ്യൂറേഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയേറെ ഡ്യൂറേഷനിലും ഫുൾ തരം എവിടെയും എൻജോയ്മെൻറ്റ് തരങ്ങളോ കാര്യങ്ങളൊന്നും തരാനുള്ള യാതൊരു ഗുണമേന്മയും പടത്തിനില്ല. ഈ പടം കാണുമ്പോൾ അല്ലെങ്കിൽ ഫിലിം കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഫിലിമാണോ, അതോ ഷോർട്ട് ഫിലിമാണോ, ടെലിഫിലിമാണോ, സീരിയലാണോ, അതോ നാടകമാണോ, അതോ വേറെ എന്തെങ്കിലും പരിപാടികളാണോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം യാതൊരു തരത്തിലുള്ള പഴയൊരു കാലഘട്ടത്തിലുള്ള കഥയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ലോജിക്ക് നോക്കുന്നില്ല അപ്പോട്ടെ. പക്ഷേ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ഒരു വൃത്തികെട്ട കുറേ ഡയലോഗും, അതായത് സീരിയലിനേക്കാൾ എന്താ പറയുക തോറ്റു പോകുന്ന പഴയ കാല ഡയലോഗൊക്കെയാണ് ഇതിൽ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക യാതൊരു തരത്തിലുള്ള ഗുണമേന്മയില്ല. അപ്പോൾ ജങ്കാറിനെ കുറിച്ച് പറയുമ്പോൾ മനോജ് കെ യാദവാണ് ഡയറക്ഷൻ. കാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ശ്വേതാ മേനോൻ നീണ്ട ഒരുപാട് കാലത്തിന് ശേഷം ശക്തമായ ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ടെന്ന് കേട്ടിരുന്നു. എന്തായാലും അതിലോട്ട് നമുക്ക് പതിയെ വരാം. പിന്നെ ശരത് അപ്പാനി, അതുപോലെ തന്നെ നമ്മുടെ ശബരീഷ് വർമ്മ, അവൾ വേണ്ട ടീം നമുക്ക് എല്ലാവർക്കും അറിയാം. അതും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പോൾ ഗീതാഞ്ജലി എന്ന് പറഞ്ഞതുകൊണ്ട് പുതുമുഖ നടിയാണ്. നമ്മുടെ മാജാനൻ കല്ല് വെച്ച നോണ എന്ന് പറഞ്ഞ ചിത്രം കണ്ടവർക്ക് മനസ്സിലാവും. അതിലെ നടിയാണ് അവർ. അങ്ങനെ അതുപോലെ തന്നെ സുധീർ കരമന തുടങ്ങിയ കുറച്ച് പരിചയമുള്ള ഫേസൊക്കെയാണ്. വളരെ കുറച്ച് കാസ്റ്റിംഗ് തന്നെ മാത്രമുള്ളതുകൊണ്ട് കോമഡി ചെയ്യുന്ന കുറച്ച് താരങ്ങളൊക്കെ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കൊന്ന് വിരലെണ്ണാവുന്ന ഒരു 10-15 കാസ്റ്റിങ്ങിന് അപ്പുറത്തോട്ട് ആരുമില്ല. ബിജി പാലാണ് മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. അതിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ ജങ്കാറിനെ കുറിച്ച് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പഴയകാല ഐതിഹ്യം, പ്രണയത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കൊല്ലും പഴകിയൊക്കെ ആയിരുന്നു ഇതിൻ്റെ പോസ്റ്ററിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രണയമല്ല ഇതിൽ കാമം, അല്ലെങ്കിൽ എന്താ പറയുക കുറേ അപരാധ പരിപാടിയൊക്കെയാണ് മുന്നോട്ട് പോകുന്നിട്ടുള്ളത്. വേറെ തരത്തിലൊന്നുമില്ല. പ്രണയം പ്രതികാരം എന്നൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതികാരത്തിൻ്റെ ചെയ്യുന്ന ആളും അതുപോലെ തന്നെ പ്രതികാരത്തിന് കാരണം കേട്ടിക്കഴിഞ്ഞാൽ ചിരിച്ച് പണ്ടാറടങ്ങുന്ന ഒരു അവസ്ഥ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ മാതിരിയാണ്. എന്തായിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് തോന്നിപ്പോകും. കാരണം ഇത് സ്റ്റാർട്ടിങ് കണ്ടിട്ട് തന്നെ നമ്മുടെ കോക്കണ്ണം പറഞ്ഞ പോലെ തന്നെ മലങ്കാളിട്ടൊക്കെ പോലെ തോന്നിയിരുന്നു. എനിക്ക് ഏകദേശം പിടികിട്ടി. കാരണം ഇതിൻ്റെ ടൈറ്റിലും യാതൊരത്തിലുള്ള ടൈറ്റിൽ പോകുന്നത് ടെൻഡറെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ടൈറ്റിലൊക്കെ കാണിക്കുന്നുണ്ട്. എന്തോ ഡയലോഗ് പറയുന്നുണ്ട്. അതാണ് ഈ ടൈറ്റിൽ. അങ്ങനെ പറഞ്ഞിട്ട് ടൈറ്റിൽ എഴുതിയാണ് ജങ്കാർ എന്ന് പറഞ്ഞിട്ട്. ജങ്കാർ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും എന്താണ് അർത്ഥം, നമ്മുടെ തോണിക്ക് പകരം ഒരു കറുത്ത തോണി എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ജങ്കാറാണ് പലരും അക്കരയും ഇക്കരയുമായി എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. അല്ലെങ്കിൽ എന്താ പറയുക വഞ്ചി പോലത്തെ ഒരു കെട്ടുവഞ്ചി അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അവിടുത്തെ ഒരു ബോട്ട് തരത്തിലൊക്കെ പെടുന്ന ഒരു തരത്തിലാണ് ജങ്കാർ. അത് തന്നെയാണ്. അങ്ങനെയാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അതാണ് പ്രധാനമായിട്ടുള്ള ആശയം. വെള്ളിയാഴ്ച എന്താണ് വെള്ളംതുരുത്തിയോ വെള്ളിയൂരോ എന്നാണ് ഇതിൻ്റെ സ്ഥലത്ത് പറയുന്നുണ്ട്. അതുപോലും മൈൻഡിൽ നിൽക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പടം എന്താ പറയുക ഒന്നും തന്നെ ഓർത്ത് വയ്ക്കാവുന്ന ഒരു തരി പോലും ഇല്ല. കാരണം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട മതി എന്നുള്ള ഒരവസ്ഥ കാരണം അതിലോട്ട് തിരിഞ്ഞ് നോക്കാൻ പറ്റാത്ത ഒരു തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്ഥലത്തുണ്ട്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ എത്തുന്ന അക്കരയിൽ നിന്ന് ഒരാൾ വരും. നമ്മുടെ ശ്വേതമേനൻ എന്താ പറയുക ശ്വേത ചേച്ചി ഒരു എന്താ പറയുക ഒരു കാവൽക്കാരാണ്. ഒരു അമ്പലത്തിൻ്റെ ഒരു പാറപ്പുറത്തുള്ള അമ്പലമാണ്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഒരു കാമുകമ്മ വരും. ഇവർ ഭണ്ഡാരമൊക്കെ പെട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ അവരെ സിന്ദൂരം അണിയിക്കാനും ഒരുമിക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെയാണ്. ആ നാട്ടിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കണം. അത് ആരാണെന്നൊന്നുമില്ല. അങ്ങനെ കഥ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മലയ്ക്ക് പോയി അതായത് ഒരു എന്താ പറയുക ഒരു മല അവിടെ കയറിയിട്ട് മുട്ട അടിക്കണം. അതായത് മുടി ഷേവ് ചെയ്യണം. അങ്ങനെ ഷേവ് ചെയ്യുമ്പോൾ എന്താ പറയുക ഒന്നെങ്കിൽ ഭർത്താവ് മരിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ നിൽക്കുന്നവരായിരിക്കണം. അതൊക്കെയാണ് അതിൻ്റെ ഒരു കണ്ടന്റ്. എന്താ ഇത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതൊക്കെ കോമഡിയാണ്. അത് ബില്ലിലോട്ട് വരാം. അങ്ങനെ കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കഥാനായകനെ വരുന്നുണ്ട്. നമ്മുടെ ശരത് അപ്പാനിയാണ്. സ്ഥിരം പടത്തിലെ ഒരു മണ്ണ ആയിട്ടുള്ള കഥാപാത്രമായിട്ട് ഇതിനും വന്നിട്ടുള്ളൂ. കാരണം ഒട്ടും തന്നെ ഒരു ആക്റ്റല്ല. അദ്ദേഹത്തിനൊന്നാമത് നായക വേഷമൊന്നും ചെയ്യാൻ കഴിയില്ല. ഏത് പടം എടുത്താലും ദുരന്തമായിട്ടാണ് ഇതിലും വന്നിട്ടുള്ളൂ. അങ്ങനെ തൊട്ടടുത്ത് നമ്മുടെ കഥാനായിക വരുന്നുണ്ട്. കഥനൊക്കെ തീരുമ്പോട്ട് അങ്ങനെ രണ്ടുപേരും ഒരുമിക്കുന്നു, കല്യാണം കഴിക്കുന്നു. അങ്ങനെ നമ്മുടെ നായകന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നായകയുടെ ആദ്യമൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. വേറൊരു പുറത്ത് ഒരാൾ മുട്ടയൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരു വൺ സൈഡ് ലൈനൊക്കെ അങ്ങനെ പോകുന്നു. നമ്മുടെ ചേച്ചിക്ക് ഒരു ഫൈറ്റ് സീനൊക്കെ കൊടുക്കുന്നുണ്ട്. അത് പറയാൻ ചിരിച്ച് ശാവത ഒരു തരത്തിലുള്ള ഒരു ഫൈറ്റ് സീനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പാറപ്പുറത്ത് നീ വാടാ ആണുങ്ങളെ ഒരാൾ പറയുന്നുണ്ട്. ആണുങ്ങൾ നീ അറിയാത്തോണ്ടെന്ന് പറയുന്നുണ്ട്. ചേതമാനെ നടി മേടിച്ചിട്ടുള്ള ഒരാളാണത് പറയുന്നത്.
അങ്ങനെ നമ്മുടെ നേരെ തിരിച്ച് നമ്മുടെ നായകൻ്റെ അടുത്തോട്ട് വരുന്നു. അവരുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇതിൽ സുധീർ കാമനുണ്ട്, ഒരു ഇക്കായിട്ടാണ് വന്നിട്ടുള്ളത്, മൊയിലാരൊക്കെയാണ് വന്നിട്ടുള്ളത്. മൊയിലാർ പണ്ട് പ്രേമിച്ച് കല്യാണം കഴിച്ചാണ് വീട്ടിൽ എന്താ പറയുക കസമുണ്ട് എന്താ പറയുക ഷർട്ടൊക്കെ ഇട്ടുള്ള ആൾ നടക്കുക. അതുകൊണ്ട് തന്നെ ഏത് ജാതിനൊന്നുമില്ല. പുറത്തിറങ്ങുമ്പോൾ ഇക്ക ഇക്ക കക്ക എന്ന് പറഞ്ഞിട്ട് കുറേ പേര് നടക്കുന്നത് കാണാം. അങ്ങനെ ആ സൈഡിൽ പുള്ളി ഇങ്ങനെ പോകുന്നുണ്ട്. അതിനകത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നായകൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പറഞ്ഞു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ സെൻറ്റി അടിച്ച് പോകുന്നൊരു ഫ്ലാഷ് ബാക്ക് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നായകനൊരു ഏട്ടനുണ്ട്, നമ്മുടെ ശബരീഷ് പുറമെയാണ് ഇതിൽ ഏട്ടൻ റോൾ ചെയ്തിട്ട്, വലിയ ഏട്ടൻ റോളൊക്കെയാണ്. എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ണായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് റോൾ, അങ്ങനെ അദ്ദേഹത്തിനും സീരിയസ് റോളോ പരിപാടി കാര്യം ചെയ്യാൻ പറ്റില്ല, എഴുതിയെടുത്ത് വെച്ചോ. കാരണം അതെങ്ങനെയാണ് ആ റോള് കൊടുത്തിട്ടുള്ളത്, എഴുതി എങ്ങനെ തന്നെയാണ്. ഒരു ബുള്ളറ്റും പരിപാടിയും കാണിക്കുന്നുണ്ട്, ഒരു പെണ്ണും കാണിക്കുന്നുണ്ട്. കുറേ നേരം ഏട്ടനെയും കൂടെ നടക്കുന്ന കാണാം, കുറേ നേരം അനിയനെയും കൂടി നടക്കുന്ന കാണാം. അങ്ങനെ ടിസ്റ്റ് ഒരു ദുരന്തം സംഭവിക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് നമ്മുടെ നായകൻ്റെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. നമ്മുടെ നായികയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്ഥിരം ബാറ്റിൻ പോലെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ആ പ്രതികാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നത്. എന്താണ് പ്രതികാരം? അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വില്ലൻ്റെ ഇൻട്രോ ഉണ്ട്. വില്ലൻ്റെ ഇൻട്രോ നമ്മുടെ നരസിംഹത്തിൽ നമ്മുടെ ലാലാട്ടം മുങ്ങി വരുന്ന പോലെ മുട്ടത്തിലൊക്കെ അടിച്ച് അവനെ ഇൻട്രോ എന്ന് പറഞ്ഞിട്ടാണ് അതിന് ഇൻട്രോവിൽ കാണിച്ചിട്ടുള്ളത്. നല്ല വൻ എന്താ പറയുക ഒരു പടമായി പോയി, ഇത് വീഡിയോ ആയി പോയി, അല്ലെങ്കിൽ പലതും പറഞ്ഞു പോയായിരുന്നു. അങ്ങനെ ഇൻ്റർവെല്ലും കഴിഞ്ഞ് നമ്മുടെ നായകൻ വരുന്നുണ്ട്. അടി സഖ്യ എന്ന് പറഞ്ഞിട്ടുള്ള വരവുണ്ട്. മുട്ടയൊക്കെ അടിച്ച് നമ്മുടെ പ്രേതത്തിലെ ബുജ്ജി ലുക്കിലൊക്കെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ വില്ലനാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ആളുള്ള കുറേ ഡയലോഗും പരിപാടി കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അവസാന ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. പടത്തിൻ്റെ അവസാന ഭാഗത്ത് പാറപ്പുറത്ത് കയറി അങ്ങോട്ടും ഇങ്ങോട്ട് അടയ്ക്കുന്നു, ഭണ്ഡാരപ്പെട്ടിൻ്റെ ഒക്കെ അടിക്കാൻ നോക്കുന്നുണ്ട്. കെട്രാതാലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായകൻ എവിടെ പോയി കിടക്കുന്നു, നമ്മുടെ നായകൻ്റെ കടത്തിൽ വില്ലൻ വന്ന് താലി കെട്ടാൻ നിൽക്കുന്നു. അപ്പോഴേക്കും ഭഗവാൻ വന്ന് രക്ഷിക്കുന്നു. അങ്ങനെ കുറേ പരിപാടിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ നായകൻ വില്ലനെയും കൊണ്ട് ഒരു തോളത്തിലൊരു പോക്കാണ് പോകുന്നത് ജങ്കാറിലോട്ട്. അതാണ് ജങ്കാറിൻ്റെ കഥ. ഈ പടത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, കൂടുതലായിട്ടൊന്നും പറയാനില്ല. കാരണം ഇങ്ങനെയും എൻ്റെ പൊന്നു ചേട്ടാ ഇങ്ങനെയുള്ള അപരാധ കഥകളൊന്നും പടച്ചു വെക്കരുത്. കാരണം നമുക്ക് ഈ സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട പടം തന്നെയാണ്. അതിനേക്കാൾ ഈ ഓൺലൈനിലായിട്ട് വരുന്ന ഒരുപാട് പ്രൊമോഷൻ ഉണ്ട്. സൂപ്പർ ഹിറ്റ് 2ാം വാരത്തിലേക്ക് മുന്നേറുന്നു, ആനയാണ് ചേനയാണെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ പലപ്പോഴും പല പോസ്റ്റേഴ്സ് ഞാൻ കണ്ടിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയാൻ നിന്നില്ല. കാരണം എന്താ വേണ്ടെന്ന് വെച്ചു. പക്ഷേ പിന്നെയും ഇങ്ങനത്തെ പോസ്റ്റേഴ്സ് കാണുന്നുണ്ട്. നമ്മൾ ഒരുപാട് ആൾക്കാരെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള ഫിലിം ഒരുപാടൊക്കെ ഇറങ്ങുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും 2025 ഏറ്റവും മോശപ്പെട്ടിട്ടുള്ള ഒരു അപരാധത്തെക്കാൾ ഒരു മലങ്കൾട്ട് പടം എന്നൊക്കെ വിക്ഷേപിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് എനിക്ക് ജങ്കാർ എന്ന പടം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. കാരണം 130 രൂപ എന്ന് പറയുമ്പോൾ വളരെ വിലയുള്ള പടം തന്നെയാണ്. പിന്നെ എനിക്ക് തീർച്ചയായിട്ടും വലിയ നിരാശകാരൊന്നും അനുഭവപ്പെട്ടുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, ഇത് മലങ്കാലത്ത് ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കയറാൻ കയറിയത്. കാരണം എൻ്റെ ടീച്ചറാണെങ്കിൽ ട്രെയിലൊക്കെ ആണെങ്കിൽ കണ്ടാൽ തന്നെ അറിയാം പടം ആറ്റം ബോംബ് തന്നെയായിരിക്കുന്നു. കാരണം ഇതിനേക്കാൾ നല്ല പിള്ളേർ ഷോർട്ട് ഫിലിം മൊബൈലിൽ പിടിച്ച് നമുക്ക് കാണിച്ചു തരും. അതൊന്ന് കണ്ടിട്ട് പടത്തിൽ അഭിനയിക്കുന്നവരാണെങ്കിലും എന്താ പറയുക പടം പിടിക്കുന്നതിന് ശ്രദ്ധിക്കാൻ നല്ലത്. പിന്നെ ബുജിവാലിൻ്റെ മ്യൂസിക് കുറിച്ച് പറയുമ്പോൾ പണ്ടത്തെ നാടകത്തേക്കാൾ തോൽപ്പിക്കുന്ന തരത്തിലുള്ള മ്യൂസിക്കാണ്. വീണ്ടും അദ്ദേഹം എന്താ പറയുക 90-കൾ 80-കൾ കാലത്തോടൊന്നും അധികം വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. നല്ല തരത്തിലൊരു ദുരന്തം തരത്തിലാണ് BGM കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. പിന്നെ പടമേ ഒരു മലങ്ങൾട്ടാണ്. ഇനി പാട്ടായാലും എന്ത് പാട്ടില്ലെങ്കിൽ എന്ത് ആ തരത്തിലാണ്. അപ്പോൾ ജങ്കാറിനെ കുറിച്ച് പറയുമ്പോൾ മുതലാളി ജങ്ക